പക്ഷേ സെക്ഷൽ നീഡ്സിനെ കുറിച്ച് നമ്മൾ ആരും പറയാറില്ല. പക്ഷേ കൊച്ചെല്ലാ ദിവസവും വീഡിയോ വരുന്നു, വർത്താനം പറയുന്നു, വീഡിയോ ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുന്നു, എല്ലാം സെക്ഷൽ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നതെല്ലാം. അതിനാണ് ഇവർ ഈ വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ മേക്ക് ദം ഹൗ ക്യാൻ യു ഗെയിൻ ദർ ട്രസ്റ്റ്? ഒന്നിനും കൊള്ളത്തില്ല. കാടി കലക്കിയവർ ഓരോന്ന് ഉണ്ടാക്കി തരും. പക്ഷേ എന്താ പറയുക, ഞാനെന്ന ആ ഒരു ഭാവം ഇല്ലാതെ വരുന്നു എന്നുള്ള ആ ഒരു വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അംഗീകരിക്കാൻ വയ്യ. ICUലോ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഇങ്ങനെ നരകിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹോം കെയർ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ മെയ്ഡിനെ വെച്ചിട്ട് ഇവർ രക്ഷപ്പെടും. പക്ഷെ അവന്റെ ശരീരഭാഷയിലുണ്ട്, അവൻ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഗവൺമെന്റ് മാത്രം മാറ്റിയാൽ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല, പ്രൈവറ്റിന് മാത്രം മാറ്റാൻ പറ്റത്തുമില്ല. ഞങ്ങളുടെ ടോപ്പിക്കുകളെല്ലാം അല്പം ഓടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കുകളായിരിക്കാം. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക മാതാപിതാക്കളും അവരൊറ്റയ്ക്കാണ്. ഒത്തിരിയേറെ കൂട്ടുകാരുടെയും ഞങ്ങളുടെ ബന്ധുക്കാരുടെയും ഒക്കെ അപ്പനും അമ്മമാരും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കും മക്കളെ രണ്ടുപേരെയും കൊടുത്തിട്ട് മക്കളെ രണ്ടും പറക്കുവാണ് ജോലി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇയാൾ അവസാനം ഈ മറ്റേ ഇറച്ചി മീറ്റ് ക്ലോവർ എന്ന് പറയും, ഇറച്ചി സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് മരുമോനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് ഓർക്കണം, നാട്ടിൽ നിന്ന് ഇവിടെ വിസിറ്റിന് വന്നൊരു അപ്പച്ചൻ്റെ കാര്യം ഈ പറയുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇപ്പം പണ്ട് ബുദ്ധനൊക്കെ പറഞ്ഞ മോഹമാണ് എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയും. വാർദ്ധക്യമായി എന്നുള്ളത് മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നാട്ടിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പച്ചന്മാരുടെ വേറൊരു കേസാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഞങ്ങളുടെ ടോപ്പിക്കിൻ്റെ ഭാഗമല്ല. എന്നാലും നാട്ടിൽ ലോകത്തുള്ള സകലമായ ചാനലുകൾക്കകത്ത്, ഇൻസ്റ്റാഗ്രാം ചാനലിനകത്തും ഈ യൂട്യൂബ് ചാനലുകൾക്കകത്തും ഈ മറ്റേ എൻ്റെ പേരിനെ പറഞ്ഞെന്ന് വെച്ചാൽ ഭാര്യമാര് മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഡിവോഴ്സ് ആയി പോകുന്ന അപ്പച്ചന്മാരുണ്ടാവുമല്ലോ. നമ്മളെല്ലാ നീഡ്സിനെ കുറിച്ചും പറയും, പക്ഷേ സെക്ഷൽ നീഡ്സിനെ കുറിച്ച് നമ്മൾ ആരും പറയാറില്ല. അതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ നാട്ടിലെ ഒരു ടാബു ആണല്ലോ, അതിനെ കുറിച്ച് സംസാരിക്കരുത്. ചില പ്രായമായി കഴിഞ്ഞ് ഞാൻ അടങ്ങിയൊന്നും ജീവിക്കണം, ഇതൊന്നും പാടില്ല, ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇതിന് പ്രശ്നം കിടക്കുന്നത് ഇവരുടെ ഈ പൈസയുണ്ട്. ഇവർ പലയിടത്ത് വർക്ക് ചെയ്ത് സേവിങ് പെൻഷനും കോപ്പും കുറച്ചൊക്കെ അവർക്ക് പൈസയുണ്ട്. ഇവരുടെ കയ്യിലുള്ള പൈസ പോകുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ പറയുന്നത്. അതായത് ഈ റീസെൻ്റ്ലി കേട്ടൊരു സംഭവമാണ്. പുള്ളിക്കാരൻ ഇതുപോലെ കൊണ്ട് ബേസിക്കലി നമുക്ക് വീഡിയോ കണ്ടപ്പോഴേ വീഡിയോ AI വീഡിയോ ആണ്. പക്ഷേ കൊച്ചെല്ലാ ദിവസവും വീഡിയോ വരുന്നു, വർത്താനം പറയുന്നു, വീഡിയോ ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുന്നു, എല്ലാം സെക്ഷൽ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നതെല്ലാം. പുള്ളിക്കാരൻ ഇവളുടെ ആവശ്യങ്ങൾ അങ്ങ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവൾ പറയുന്ന അഡ്രസ്സിലോട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ പോകുന്നു, മറ്റേത് വാങ്ങിച്ചു കൊടുക്കുന്നു, മറിച്ചത് വാങ്ങിച്ചു കൊടുക്കുന്നു. അതിനിടയ്ക്ക് അവളുടെ അമ്മ ആശുപത്രിയിലായെന്ന് പറഞ്ഞിട്ട് കരച്ചിൽ ഈ ശില്പയുടെ കഥ കേട്ടവരെടുപ്പം അമ്മ ആശുപത്രിയിലായതിനോടെ പുള്ളിക്കാരൻ ഓടി നടക്കുന്നു. എന്നിട്ട് രാത്രി വരുമ്പം ഈ കൂട്ടത്തിൽ ഉമ്മയൊക്കെ ഉണ്ട്, ഉമ്മ വരുന്നു, അങ്ങനെ ചോദിക്കുന്നു, വീഡിയോയ്ക്കകത്ത് ചോദിക്കുന്നത് വീഡിയോ ക്ലിപ്പായിട്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഒരിക്കൽ പോലും ഇവർ ലൈവ് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ മുമ്പ് ലൈവ് വന്നിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ലൈവ് വന്നത് പുള്ളിയുടെ ഓർമ്മയിൽ പുള്ളിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്, ലൈവ് വന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇത് പ്രീ റെക്കോർഡഡ് വീഡിയോ ആണെന്നുള്ള പുള്ളിക്ക് കത്തുന്നില്ല. മനസ്സിലായി? ഇതിൽ AI മോഡൽ മാത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റയ്ക്കകത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇത്തരം വീഡിയോകൾ കാണാം. സെമി ന്യൂഡായിട്ടുള്ള സെമി പോണായിട്ടുള്ള വീഡിയോകൾ ഇഷ്ടം പോലെ ഉണ്ട്. ദയവ് ഇത് മനസ്സിലാക്കുക, അതൊരു AI പ്രോംപ്റ്റാണ്. നിങ്ങളൊരു AI മെഷീൻ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീനോട് പറയുകയാണ്, കേരളത്തിലെ സ്ത്രീകളെ പോലെ അല്പം ഇന്ന ശാരീരിക അവയവങ്ങൾക്ക് ഇന്ന മുഴുപ്പും വളവുമുള്ള ഇന്ന രീതിയിലുള്ള ഇന്ന കളർ ടോണുള്ള ഇന്ന പോലെ ചിരിക്കുന്ന ഇന്ന ഫോട്ടോയ്ക്കകത്ത് ഇന്നയാളുടെ സാമ്യമുള്ള പോലത്തെ ഒരു മോഡലിനെ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരുന്ന ഇഷ്ടംപോലെ AIകൾ ഇന്നുണ്ട്. ക്ലിങ് AI പോലത്തെ ഇഷ്ടംപോലെ AIകളുണ്ട്. ഗൂഗിൾ വിയോ, മിനി ബനാന, ഇഷ്ടം പോലെ. ഇവിടെ എല്ലാം ബേസിക്കലി ചെയ്യുന്നത് നിങ്ങളെ ഇതുപോലെ തന്നെ പറ്റിക്കണമെന്ന് ഒരാളങ്ങ് തുനിഞ്ഞ് വിചാരിക്കുക. അവരവിടെ ഇരുന്ന് ഇതിനു വേണ്ടിയുള്ള ഒരു 5-8 ക്ലിപ്പം ഇറക്കും. തേങ്ങ നുറുക്കുന്നു, പച്ചക്കറി അരിയുന്നു, രാവിലെ പശുവിനെ അഴിച്ചു മാറ്റാൻ പോകുന്നു, ഭയങ്കര ഷോ. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് റിയൽ ആണെന്ന് തോന്നും. ഇത് റിയൽ അല്ല, ഇതൊരു AI മെഷീൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ മാത്രമാണ്. പക്ഷേ അത്തരം ഒരു 5 വീഡിയോ കാണുമ്പം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന നൊസ്റ്റാൾജി ഉണരും. പ്രായമായവരോട് എടുത്തു പറയുവാണ്, നിങ്ങളെ ഇവർ പറ്റിക്കുവാണ്. നിങ്ങളുടെ വിശ്വാസ്യത ഒരിക്കൽ നേടിയെടുത്തു കഴിഞ്ഞാൽ ഇവർ നിങ്ങളുടെ പൈസ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ചില സേവനങ്ങൾ ലൈംഗികപരമായിട്ടൊക്കെ കുറച്ച് സേവനങ്ങൾ ഓൺലൈനിൽ കാണിക്കുന്നുണ്ടായിരിക്കാം. ഞാനതിനകത്ത് ജഡ്ജ് ചെയ്യാൻ ആളല്ല, അതുകൊണ്ടാണ് അവിടെ മുമ്പേ പറഞ്ഞത്. പാർട്ട്നേഴ്സ് മരിച്ചുപോയ ആൾക്കാർ, പിരിഞ്ഞു താമസിക്കുന്ന ആൾക്കാർ, ഈ പ്രായമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന, അവർക്ക് അവരുടെ ആഗ്രഹങ്ങളോ അല്ല അവരുടെ ആശകളോ അടുത്ത് പറയാൻ വയ്യാത്ത ആൾക്കാർ, ഇവരൊക്കെ ജീവിക്കുന്ന ഇത്തരം ഒരു ക്രൈസിസിൽ കൂടെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളും മെഡിക്കൽ പീപ്പിളാണ്, ഞങ്ങൾക്കറിയാം എന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ സമ്പത്ത് ചോർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനാണ് ഇവർ ഈ AI വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സേവിച്ച് രാജ്യത്തിന് വേണ്ടി നിങ്ങളെ മുതൽ കൂട്ടാൻ വേണ്ടിയോ റിട്ടയർമെൻറ്റ് സന്തോഷമായിട്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ജീവിക്കാൻ വേണ്ടി അല്ല ഈ AI വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈവൻ ഈ പരിപാടിക്കകത്ത് നിൽക്കുന്നവർക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അവൻ വീഡിയോ ഉണ്ടാക്കുന്നവരെ നമുക്കിത് ഉണ്ടാക്കി കാണിക്കാൻ പറ്റത്തില്ല, അത്ര പെർഫെക്ഷനിൽ. കാരണം അവന് ഈ പണി അറിയാം. നമ്മൾ തെളിവിന് വേണ്ടി കാണിക്കുന്ന വീഡിയോയ്ക്ക് ഇത്രയും കുറവുകളൊക്കെ കാണും. പുള്ളി പറഞ്ഞത് നിന്നെ നീ ഉണ്ടാക്കിയ വീഡിയോയ്ക്കകത്ത് പല്ല് മാച്ച് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും വീഡിയോ ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല എന്നവർ വിശ്വസിക്കുന്നു. How can you make them, how can you gain their trust? മനസ്സിലായി? നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല.
ഇതൊരു പ്രോബ്ലമാണ് നാട്ടിൽ. നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇത് ദയവ് ഇത് മനസ്സിലാക്കി നിങ്ങൾ ഈ പോയിന്റിലേക്ക് ഒന്നുകൂടെ ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള അപ്പൻ്റെ അമ്മയുടെയൊക്കെ അവസ്ഥ അത്ര ഈസി അല്ല. ഇനി ഇവിടെ മുമ്പേ പറഞ്ഞ കാര്യം, ഈ തലച്ചോറിലെ സംഭവത്തിൻ്റെ ഏജിങ് എന്നുള്ള സംഭവത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള അപ്പനമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവർക്കത് അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാൻ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ പ്രായമായ വീട്ടിലെ ആൾക്കാരെ നോക്കുന്നത് പ്രായമായ വീടുകൾ, അപ്പനമ്മമാരുള്ള എല്ലാം വല്യപ്പനും വല്യപ്പച്ചിയുള്ള വീടുകൾക്കകത്തുള്ള ആൾക്കാരാണ് നിങ്ങളത് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തിൽ. ഇവരുടെ മെയിൻ കംപ്ലൈൻ്റ് ആണ് ഒന്നിനൊരു രുചിയില്ല, വായിക്ക് കൊള്ളാവുന്ന ഒന്നും ഉണ്ടാക്കി തരത്തില്ല, ഓരോന്നൊക്കെ ശാപം അവൾ ഉണ്ടാക്കി വെച്ചിരുന്നു അടുക്കളയ്ക്കകത്ത് കയറിയിട്ട്. ഇത് നിങ്ങളെല്ലാവരും ചെറുപ്പത്തിൽ വളരെ കോമൺ ആയിട്ട് കേട്ടൊരു ഡയലോഗായിരിക്കും അല്ലേ? എല്ലായിടത്തും ഉള്ള ഡയലോഗാണ്. അതെന്തുകൊണ്ടാണ് പ്രായമായാലും മാത്രം ഈ കൺസെപ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? അതിന് അവർക്ക് നിങ്ങളോട് വല്ല വിരോധമുണ്ടോ? അതോ അവർ നിങ്ങളോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിയാണ് ലോകം മൊത്തം വരുന്ന എല്ലാ ബന്ധുക്കാരോടും പറഞ്ഞു നടക്കുന്നത്? ഒന്നിനും കൊള്ളത്തില്ല, കാടി കലക്കിയവർ ഓരോന്ന് ഉണ്ടാക്കി തരും എന്നിവർ പറഞ്ഞു നടക്കുന്നു. ഇവരെ വേറൊരു വീട്ടിൽ കൊണ്ടുവന്നു, നിങ്ങൾ ഹോട്ടലിൽ കൊണ്ടുവന്നു. എല്ലായിടത്തും ഇതേ ഇമേജ്. എന്തുകൊണ്ട്? രുചി കുറയുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രുചി കുറയുന്നു, ചെവിക്ക് കേൾവി ശക്തി കുറയുന്നു, കാഴ്ചശക്തി കുറയുന്നു. കാഴ്ചശക്തിയൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. അത് ഏറ്റവും ആദ്യം കാഴ്ചയ്ക്കാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതും കണ്ണാടിയിലേക്ക് കയറുന്നതും. പിന്നെ എല്ലാം പതുക്കെ. പക്ഷേ എന്താ പറയുക, ഞാനെന്ന ആ ഒരു ഭാവം ഇല്ലാതെ വരുന്നു എന്നുള്ള ആ ഒരു വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതായത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള എനിക്ക് ഇത്രയൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് ഞാൻ അങ്ങ് ഇരുന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അത് പല രീതിയിലാണ് പല ആൾക്കാരും പ്രായമാകുമ്പം പുറത്തേക്ക് വിടുന്നത്. ചിലർ ദേഷ്യമായിട്ട്, മറ്റുള്ളവരോടെല്ലാം ദേഷ്യമായിരിക്കും, ചിലപ്പോൾ ഡിപ്രഷനായിട്ട് വരും. ഇതിന് എന്താ പറയുക, ഇപ്പം മക്കള് കണ്ടത് മനസ്സിലാക്കി അതിനൊരു സൈക്കോളജിക്കൽ ഹെൽപ്പും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ പറ്റും. പക്ഷെ ഇപ്പം മക്കൾ അടുത്തില്ലല്ലോ. അപ്പം ഇതെല്ലാം മക്കൾ മനസ്സിലാക്കിയിരിക്കുക, മാതാപിതാക്കളുടെ മാറ്റങ്ങളെ മനസ്സിലാക്കിയിരിക്കുക, അവരോട് സംസാരിക്കുക, തുറന്ന് സംസാരിക്കാൻ എപ്പോഴും ഒരു ഇട കൊടുക്കുക. അവർക്കും ഒരു അവരുടെ ആകുലതകളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് പറയാനും ഇടയില്ല. അതാണ് ഞങ്ങളുടെ കാലഘട്ടത്തിലെ മാതാപിതാക്കളുടെയും മക്കളുടെയും പ്രശ്നം. ഇന്ന് നമ്മുടെ മക്കളോട്, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കകത്ത് നമ്മുടെ മക്കൾ അവരുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഗേൾഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കുന്ന മക്കളുണ്ട് ഇല്ലേ? നമ്മുടെ ഈ പുതിയ ജനറേഷനകത്ത്. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ സംഭവം പറയാൻ പറ്റുമായിരുന്നു. അപ്പനോട് അമ്മയുടെ മിണ്ടാനുള്ള ഇടയുണ്ടോ? അപ്പനെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പേടി സ്വപ്നമാണ്. അമ്മമാരോടാണ് പിന്നെ എന്തിനും മിണ്ടുന്നത്. കുറച്ച് പ്രായമായി കഴിയുമ്പം പിന്നെ കൊതിക്കറിവായി, ബുദ്ധിമുട്ടായി, മറ്റേ മരുമോൾക്ക് ഇന്നത് കൂട്ടി കൊടുത്തു, ഈ മരുമോൾക്ക് ഇങ്ങനെ കാണിച്ചു, ഈ മോൻ എന്നെ കൊണ്ടുപോയപ്പോൾ അവൻ ഇന്നത് വാങ്ങിച്ചു തന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് ഓട്ടോമാറ്റിക്കലി ഈ വർത്താനം പറഞ്ഞ ചാനൽ കുറഞ്ഞു വരുവാണ്. മകൾ ഞാനെന്നുള്ള ഭാവത്തിലൂടെ എത്തുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും കേപ്പബിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മ ഇനി ഉപദേശിക്കാൻ നിൽക്കേണ്ട. അത് എത്ര പേർക്ക് മനസ്സിലാവും? അതൊരു വലിയ സംഭവമാണ്. നമ്മൾ അപ്പനും അമ്മയോടും മരണത്തെക്കുറിച്ച്, അതായത് അവരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും ആശകളുണ്ടോ? അതായത് ചില ആൾക്കാർക്ക് ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ട് ജീവിച്ചതായിരിക്കും. വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ തേങ്ങായും ചിരണ്ടി മിറ്റം അടിച്ച് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് താഴെ പോകുന്നു. അവരവരുടെ ലൈഫിൽ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല സ്ട്രോക്കായിട്ട് വെജിറ്റബിൾ സ്റ്റേറ്റിൽ കിടക്കുക, അനങ്ങാൻ പറ്റാതെ കിടക്കുക. അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അമ്മ ഒരിക്കലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ ഒരിക്കലും ഒരു ICUലോ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഇങ്ങനെ നരകിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ അമ്മമാരോട് അല്ലെങ്കിൽ അപ്പന്മാരോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ട് ഇതിനകത്തൊരു ബില്ല് എഴുതി വെക്കുക. ആ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ കൂടെ നമ്മളിപ്പോൾ ആശുപത്രി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എമർജൻസി വിളിച്ചിട്ട് അവർ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ റെക്കോർഡ്സ് കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ അവസാനം എന്താണെന്നുള്ളത് ആ ഡോക്ടേഴ്സിൻ്റെ ഐഡിയ കിട്ടും. അല്ലാതെ UK 6 മണിക്കൂർ ഡിഫറൻസ് ചെയ്യുന്ന മോൻ കിടന്ന് ഉറങ്ങുമോ വർക്കിനകത്തോ ആയിരിക്കും. മോനെ വിളിച്ച് ചോദിക്കാൻ ഡോക്ടർക്ക് നേരമില്ല. അതെ, നിങ്ങളുടെ അമ്മ ഇവിടെ ഇങ്ങനെ കൊണ്ടില്ല, അപ്പനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു, ഞാൻ ഇൻറ്റുബേറ്റ് ചെയ്യണോ വേണ്ടയോ, വെന്റിലേറ്റർ വെക്കണോ വേണ്ടയോ, ICU കിടത്തണോ വേണ്ടയോ എന്ന് ചോദിക്കാനുള്ള ഇട അവർക്കില്ല. അവരുടെ ഡ്യൂട്ടി. പേഷ്യന്റിനെ രക്ഷിക്കണമെങ്കിൽ അവർ ഇൻക്യുബേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് കയറ്റേ വേണം. പിന്നെ ഈ വെന്റിലേറ്ററിൽ കയറ്റുന്ന അമ്മമാരുടെ പ്രായം 80 വയസ്സ് 90 വയസ്സ്. ഇവരതിനകത്ത് കയറ്റി കഴിഞ്ഞ് എത്ര നാൾ അവർ ജീവിച്ചിരിക്കും? അവരതിനകത്ത് ഇറങ്ങി 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാലും പിന്നെ അവരെ കൊണ്ട് യാതൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അവരെ നോക്കാനായിട്ട് ഒരു പോസ്റ്റ് ഒരു കെയർ, അതായത് സർജറി കഴിഞ്ഞിട്ടോ എല്ലാം കഴിഞ്ഞിട്ടോ ഒരു ജീവിതകാലം മുഴുവൻ ഒരു നരകയാതനയിലേക്കാണ് അവരെ തള്ളിവിടാൻ പോകുന്നത്. നമ്മള് ഈ നോക്കട്ടെ ആരാ? ഈ 70 വയസ്സുള്ള ഒരു മോൻ അല്ലെങ്കിൽ 65-70 ഈ മോൻ നാട്ടിൽ വരും. ഏതെങ്കിലും രാജ്യത്ത് ജീവിക്കുന്ന മോനോടറിയാം, അയ്യോ അമ്മയ്ക്ക് വൈകുന്നേരം നാട്ടിൽ വരും. അമ്മയുടെ ഒരാഴ്ച നിൽക്കും, 1 മാസം നിൽക്കും, ചിലപ്പോൾ 3 മാസം നിൽക്കുമായിരിക്കും. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഇവനോട് നിൽക്കാൻ പറ്റുമോ? ഇവൻ വേറെ 100 കമ്മിറ്റ്മെൻറ്റ് ആ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടും ഏതെങ്കിലും ഏജൻസിയോ ഒരു കെയർ ഹോം ഏജൻസിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഡൊമസ്റ്റിക് കെയർ പോലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ വർക്കറ്റ് ഹോം അല്ല എൻ്റെ പേരിന് മറ്റേ ഹോം കെയർ ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മെയ്ഡിനെ വെച്ചിട്ട് ഇവർ രക്ഷപ്പെടും.
രക്ഷപ്പെടുന്നു. ഞാൻ റിയലി സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു മേക്ക് എനി കൈൻഡ് ഓഫ് ബാഡ് രക്ഷപ്പെടുവല്ല, അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഈ മക്കൾക്ക് എന്ത് ട്രെയിനിങ് ഉള്ളത്? ഒരു പാലിയേറ്റീവ് കെയർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ നോക്കാനായിട്ട് എന്ത് ട്രെയിനിങ് അവർക്ക് അറിയാവുന്നത്? അവർക്കറിയോ എത്ര മണിക്കൂർ മുൻപ് തിരിച്ചിടണമെന്ന്? അവർക്കൊരു എയർ ബെഡ് വേണമെന്നോ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഓറൽ കെയർ വേണമെന്നോ, അവർക്ക് ഫീഡിങ്ങിന്, അവർക്ക് സ്വോളോയിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, അവർക്ക് ഏത് തരത്തിലുള്ള ഫുഡ് കൊടുക്കണം, എന്തെങ്കിലും നമുക്കറിയാമോ അതിനെക്കുറിച്ച്? ഒന്നും വേണ്ട. ഒരു അമ്മ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്ന ഒരു മകൻ്റെ കാര്യം പറയുമ്പം നമുക്ക് മനസ്സിലാകുവാണ്, എടാ അളിയ അതിച്ചിലൂടെ വേവിച്ചാൽ പോലെ. അവർ ചോറേ കഴിക്കൂ, ചോറ് മാത്രമേ അവർ കഴിക്കൂ. അതിനവിടെ കിടന്ന് ഭയങ്കര ബഹളം നടക്കുന്നു. ഇവൻ അവിടെ ചെന്നിച്ച് മറ്റേ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, പുള്ളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കി. പുള്ളിക്കാരി അമ്പിനും വേണ്ടി സമ്മതിക്കും. ഇത്രയും വർഷം ഞാൻ ഇങ്ങനെ ജീവിച്ചേ, ഇനി അത് മാറ്റാൻ പറ്റത്തില്ല. ശരി, പക്ഷേ ഇവൻ ഉണ്ടാക്കി കൊടുക്കുന്ന പുള്ളിക്കാരിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നും പരാതിയാണ്. നമുക്കത് കേട്ടപ്പോൾ മനസ്സിലായത്, അതിച്ചൂടെ വേവിച്ചാൽ പോലെ. അവരുടെ പല്ലുകൾക്ക് വീക്കം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും കാര്യം. ചോറ് കുറച്ചുകൂടെ അങ്ങോട്ട് വേവിയില്ല, അവരറിയണ്ട, അവരോട് പറയുകയും വേണ്ട. കുറച്ചുകൂടെ ചോറ് വേവിക്കുക, ഇറച്ചിയും കുറച്ചുകൂടെ കുക്കറിലടിച്ച് വേവിക്കുക, എന്നിട്ട് നീ ഇത് കൊടുത്തു വയ്ക്കുക, ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരി അറിഞ്ഞിട്ട് പോലുമില്ല ആ ചോറ് കൂടുതൽ വെന്ത് പോയെന്നുള്ളത്. പക്ഷെ അവർക്കത് ചവയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം എവിടെ കിടന്നേ? ആ പല്ലുകൾക്കോ അല്ലെങ്കിൽ മോണയ്ക്കോ എന്തോ വീക്കം ഉള്ളതുകൊണ്ട് അവർക്കത് ചവയ്ക്കാൻ പ്രോപ്പറായിട്ട് പറ്റുന്നതായിരുന്നു അവിടുത്തെ പ്രോബ്ലം. പക്ഷെ അത് അവർ പറയുന്നില്ല, അവർക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ഇവനത് മനസ്സിലാകുന്നില്ല, കാരണം അവർ ഇങ്ങനെ പ്രായമുള്ള ഒരാളെ നോക്കിയിട്ടില്ല. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഈ കട്ടിടപ്പടിക്കൊക്കെ ഭയങ്കര പൊക്കാണ്. അതുപോലെ പല പ്രായമായി കഴിയുമ്പം നമ്മുടെ വീടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് മാറ്റി കൊടുക്കണം. അവർക്ക് നടക്കാനായിട്ട് ഇപ്പോൾ വീൽ ചെയർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് വീൽ ചെയർ ആണ്, അവർക്ക് കെയർ ഹോമിൽ നിൽക്കാണ്ട് ഇപ്പോഴും വീൽ ചെയറിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് കടക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ഇതൊന്നും ഇവിടെ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റിയാൽ നമുക്ക് വലിയ ചിലവ് കൂടിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഒരു നിങ്ങൾക്ക് അത് പണി അറിയുന്ന ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡോറുകളുടെ സൈഡിൽ കൂടെ തന്നെ റാമ്പ് പോലെ വീൽ ചെയർ ഇറങ്ങാൻ പറ്റുന്ന പരുവം പോലെ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ചെറിയ തട്ട് പോലെ സംഭവം അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മറ്റുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പമാണിത്. നാട്ടുകാർ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മൊത്തം, ഉദാഹരണം നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് അവൻ്റെ പേരെന്നാ ദുൽഖർ സൽമാൻ അവളുടെ കൂടെ പോയി, അവൾ വീൽ ചെയറിൽ ഉരുണ്ടിട്ട് പോവാണ്. അപ്പം പറയും എനിക്ക് ഇതിൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടം, പുറകെ നടക്കാനല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ഷോട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ബസ് വരുമ്പം ബസ്സിൻ്റെ ആ സംഭവം താഴോട്ട് വരും. അതൊരു വോൾവോ ബസ്സാണ്. അത് താഴോട്ട് വരും. അവളുടെ വീൽ ചെയർ അവൾ ഒറ്റയ്ക്ക് ഉരുട്ടി അകത്തോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവൻ പിടിച്ച് കയറ്റുകയല്ല ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ശരീരഭാഷയിലുണ്ട്, അവൻ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഷീ ഡസൻ വാണ്ട് ഇറ്റ്. അവൾ കേബിളാണ് അത് ചെയ്യാൻ. എന്തുകൊണ്ടാണ്? ആ ഇൻഫ്രാസ്ട്രക്ചർ അവളോട് വേണ്ട രീതിയിൽ അതിനെ പൊരുത്തപ്പെടുത്തി എടുത്തുകൊണ്ടാണ്. ആ താഴോട്ട് ആ ലാഡർ ഇറങ്ങി വരികയും അവൾക്ക് കയറാനുള്ള റാമ്പ് ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരു ബസ് ഇന്നത്തെ നമ്മുടെ കൺസെപ്റ്റിനകത്ത് പോസിബിൾ അല്ലാത്ത കാര്യമാണോ? അല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നാട്ടിൽ കുറേയേറെ കാര്യങ്ങൾ മാറാനുണ്ട്. അത് ഗവൺമെൻറ് മാത്രം മാറ്റിയാൽ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല, പ്രൈവറ്റിന് മാത്രം മാറ്റാൻ പറ്റത്തുമില്ല. കാരണം കെയർ ഹോംസ് എന്ന ടാബുമാണ്. ഡു നോട്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഫോം അതിപ്പോഴും നാട്ടിൽ ഡിസ്കസ് ചെയ്യാൻ ആൾക്കാർക്ക് ധൈര്യമില്ല. എന്നെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ട, എന്നെ വെന്റിലേറ്റർ ഇടണ്ട, അത് എഴുതി വെക്കാൻ പോലും ആൾക്കാർക്ക് ധൈര്യമില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നഴ്സിംഗ് ഹോമിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ കെയറേഴ്സ് വന്ന് നോക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ആദ്യം ചെയ്യുന്ന ഫോം അതാണ്. ഡു നോട്ട് റെസിസ്റ്റേറ്റ് ഫോം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ആ ഒരു സ്റ്റേജിൽ എത്തിയെന്ന് പറയുമ്പോൾ ഒരു ഡിപ്പെൻഡൻ്റ് ആയി. പിന്നെ അവർ നമ്മൾ എന്തുമാത്രം മുന്നോട്ട് ഉന്തിത്തള്ളി പോയാലും ഒരു സ്റ്റേജിൽ അവർ ബ്രേക്ക് ഡൗൺ ആവും. ഒരു ദിവസം ഇത് മരിക്കും, ഒരു ദിവസം ഈ ജീവിതം അവസാനിക്കും. എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഉന്തിത്തള്ളി വിടുന്നത് ചിലപ്പോൾ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷങ്ങൾ. അത് ക്വാളിറ്റി ഓഫ് ലൈഫ് വേണോ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് വേണോ എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ശരിക്കുള്ള ചോദ്യം ഇത് ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് ധൈര്യമില്ല. ആൾക്കാർ അത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, പേടിയാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ. കാരണം ഇത് എനിക്ക് വരുന്ന കാര്യമല്ല, എവിടെയോ ഇരിക്കുന്ന ആർക്കോ വരുന്ന കാര്യമാണ്. എനിക്കിതൊരിക്കലും ഉണ്ടാവില്ല. ഈ ഒരു കുഴപ്പം കൊണ്ടാണ് നാട്ടിനകത്ത് ഈ വാർദ്ധക്യ പ്രശ്നങ്ങളുടെയും ഈ വിഷയങ്ങളും കൂടി വരുന്നത്. ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക് ഇതൊന്നും അല്ലായിരുന്നു. ഇത് ഞങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് കുറേയേറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അടുത്തൊരു പാർട്ടായിട്ട് വീണ്ടും ഇത് പറയാം. അതായത് സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിൽപ്പത്രം എഴുതുന്ന കേസുകെട്ടുകൾ, നാട്ടിലുള്ള ഈ ഡു നോട്ട് ട്രസ്റ്റ് പോലത്തെ ഫോമുകളുടെ മാനേജ്മെൻറ്റുകൾ, എന്തുകൊണ്ട് സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേറൊരാളെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് കാര്യങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യകത എന്തൊക്കെയാണ്, ഇൻഷുറൻസ് എടുക്കേണ്ട ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇത് ഈ ഓരോ പ്രവാസിയായിട്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ അവസ്ഥ കേൾക്കണം. എൻ്റെ ഏജ് ഗ്രൂപ്പ്, എൻ്റെ ജസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്ന ആൾക്കാരെ അപ്പനും അമ്മയും ഒന്ന് ആശുപത്രി കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ 8-10 ലക്ഷം രൂപ അങ്ങ് പോവാണ്. അതിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ പല കാരണങ്ങളോട് ഇൻഷുറൻസ് റിജക്റ്റ് ആകും. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. കാരണം ഓരോരുത്തരുടെ റിയാലിറ്റി ഞങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ.